ഹലോ മക്കളെ, ഹലോ ഓൾ. ഏത് കുട്ടിയുടെയും ആഗ്രഹമായിരിക്കും 10th CBSE മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാമെന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാമായിരിക്കും അത് അത്രമേൽ ഈസി ആയ ടാസ്ക് അല്ല. പക്ഷേ എന്നാൽ തന്നെയും നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, നമുക്ക് കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കാണെന്ത് ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ട്രസ്റ്റ് മീ വളരെ സുഖമായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണെന്ത് ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് വളരെ നിസ്സാര മാർക്ക് മാത്രമാണ് 10th CBSE ആയിക്കോട്ടെ 12th CBSE ആയിക്കോട്ടെ എൻ്റെ മാർക്ക് നഷ്ടപ്പെട്ടത്. കൃത്യമായ സ്റ്റഡി പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. ആ കാണുന്ന സ്റ്റഡി പ്ലാൻ ഞാൻ ഫോളോ ചെയ്തിരുന്നു. കൃത്യമായിട്ട് എനിക്ക് മുഴുവൻ മാർക്കിൻ്റെ വളരെ കുറച്ച് മാർക്ക് മാത്രമാണ് എൻ്റെ 10th-ലും 12th-ലും പോയിരുന്നത്. എൻ്റെ തെറ്റിയത് ഒരു ക്വസ്റ്റ്യൻ മാത്രമായിരുന്നു എൻ്റെ 12th ബോർഡ് എക്സാമിൽ. ഓക്കെ, സോ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ, വ്യക്തമായൊരു സ്ട്രാറ്റജി ഉണ്ടാവണം എല്ലാവർക്കും മാത്സ് പഠിക്കുമ്പോൾ. സോ എങ്ങനെ പഠിക്കണം, ഏത് രീതിക്കാണ് നമ്മൾ മാത്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ നിങ്ങളോട് അടുത്ത് പറയുന്നത്. സോ എല്ലാവരും കൃത്യമായിട്ട് ഈ കാണുന്ന വീഡിയോ മുഴുവൻ കാണാം. എങ്ങനെയാണ് നമുക്ക് മാത്സ് പഠിക്കാമെന്ന് ഈ കാണുന്ന വീഡിയോയിലൂടെ പഠിക്കാം. ഓക്കെ, സോ നോക്കൂ മക്കളെ. സോ മാത്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് രണ്ട് രീതിക്കാണ് ഉള്ളത്. ഒന്ന് 10th CBSE സംബന്ധിച്ച് ബേസിക് മാത്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് മാത്സ് ഉണ്ട്. നമ്മളിവിടെ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്യുന്നത് എന്തായാലും സ്റ്റാൻഡേർഡ് മാത്സ് ആയിരിക്കും. ബേസിക് മാത്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി അത് 11th 12th നമുക്ക് എന്താണ് സയൻസ് സ്ട്രീം എടുക്കാൻ വേണ്ടി സാധിക്കില്ല. പകരം കൊമേഴ്സ് അതുപോലെ തന്നെ മാത്സ് ഇല്ലാത്ത ഏതൊരു വിഷയവും എടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഞാനതൊരിക്കലും പ്രിഫർ ചെയ്യില്ല ബേസിക് മാത്സ് എന്ന് പറയുന്നത്. കാരണം ഭാവിയിൽ നിങ്ങൾ ഏതൊരു വിഷയം ചൂസ് ചെയ്യുകയാണെങ്കിലും അവിടെ നിങ്ങൾക്ക് എന്താണ് മാത്തമാറ്റിക്സ് കയറി വരുന്നതായിരിക്കും. ഈവൻ കൊമേഴ്സ് എടുത്താലും നിങ്ങൾ കൊമേഴ്സിൻ്റെ ഹയർ എൻഡിലേക്ക് പോകുമ്പോൾ CA CMA പോലത്തെ എക്സാംസിന് പോകുമ്പോൾ അവിടെയും ഒരുപാട് മാത്തമാറ്റിക്സ് കയറി വരും. ഇനി ഹ്യൂമാനിറ്റീസ് പോവാണ്, BA എക്കണോമിക്സിന് പോകാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെയും ഒരുപാട് മാത്സ് കയറി വരും. സോ ഞാൻ ഒരിക്കലും മാത്സ് ഒഴിച്ചുകൊണ്ട് ഒരു പഠനം ഒരിക്കലും ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഞാൻ പറയുന്നു, ഏതൊരു കുട്ടിയും എടുക്കേണ്ടത് സ്റ്റാൻഡേർഡ് മാത്സ് തന്നെയാണ്. ബേസിക് മാത്സിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇനി അത്രമേൽ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയുന്നു, ഞാൻ അത്രയ്ക്കും ലീസ്റ്റ് പ്രിഫറൻസ് ആണ് പറയുന്നത്. അത്രമേൽ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങൾ ബേസിക് മാത്സ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്യാവശ്യം മാത്സ് പഠിക്കാൻ വേണ്ടി സാധിക്കുമെന്ന് മനസ്സിന് ഉറപ്പ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനിതാ ഉറപ്പ് പറയുന്നു മക്കളെ, നിങ്ങൾക്ക് ഏതൊരു കുട്ടീൻ്റെ ഇന്ന് വിചാരിച്ചാൽ കൂടെ തന്നെ നമുക്ക് എന്താണ് മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും. ഞാൻ പറയുന്നത് പാസ് മാർക്ക് പോലുമല്ല, ഫുൾ മാർക്കാണ്. ഏതൊരു കുട്ടിയും ആഗ്രഹിക്കുകയാണെങ്കിൽ, ആഗ്രഹമാണ് ഏറ്റവും അധികം ആവശ്യം. ആഗ്രഹം മാത്രം പോരാ, അതിനനുസരിച്ച് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ഉറപ്പ് പറയുന്നു, 100% ഉറപ്പ് പറയുന്നു, നമ്മൾക്കിതാ മാത്സിനകത്ത് ഫുൾ മാർക്ക് തന്നെ ലഭിക്കും. ഓക്കെ, പക്ഷേ ഒരു കാര്യമുണ്ട്, വർക്ക് ചെയ്യണം. കൃത്യമായ സ്ട്രാറ്റജിയും വ്യക്തമായ സ്റ്റഡി പ്ലാനോട് കൂടി മാത്സിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാർക്ക് ലഭിക്കുള്ളൂ. സോ ബേസിക് സ്റ്റാൻഡേർഡും ഉണ്ട്. നമുക്കെല്ലാവരും തന്നെ സ്റ്റാൻഡേർഡ് എടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതേപോലെ തന്നെ ഒന്ന് ശ്രമിക്കുക സ്റ്റാൻഡേർഡ് എടുക്കാൻ വേണ്ടി. ഞാൻ നിർബന്ധിക്കുന്നതല്ല, എന്നാൽ തന്നെയും സ്റ്റാൻഡേർഡാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, മുന്നോട്ട് പോകുമ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിനേഷൻ പാറ്റേൺ. നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കേണ്ടത്, ഏതൊരു കുട്ടിയും പഠിക്കുമ്പോൾ എക്സാം പാറ്റേൺ എന്താണെന്ന് പഠിക്കേണ്ടത്. എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കുക, എങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് എക്സാമിന് വരിക എന്നാണ് എല്ലാവരും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, ബേസിക്കലി നമുക്കിവിടെ 5 സെക്ഷൻസ് ആണുള്ളത്. ABCDE ഇങ്ങനെ മൊത്തം 5 സെക്ഷൻസ് ആണ് നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുന്നത്. മാത്സിൽ 5 എണ്ണം ഉണ്ട്, ABCDE ഉണ്ട്. ഓക്കെ, ഇതിലെ ഏറ്റവും പ്രശ്നക്കാരൻ എന്ന് പറയുന്ന സെക്ഷൻ മക്കളെ മറ്റാരുമല്ല, അത് A സെക്ഷനാണ്. ബിക്കോസ് സെക്ഷൻ എയിൽ നമുക്ക് 20 MCQ ഉണ്ട്, 20 MCQs. ഓക്കെ, 20 MCQ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് കണ്ടെയ്ൻസ് 18 MCQ ആൻഡ് 2 അസർഷൻ റീസൺ. സോ ഈ കാണുന്നൊരു ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും അധികം കുട്ടികളെ ബുദ്ധിമുട്ടുന്ന ഒരു ഭാഗമാണ് 18 MCQ + 2 അസർഷൻ ആൻഡ് റീസൺ എന്ന് പറയുന്നത്. മക്കളെ, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന MCQ സോൾവ് ചെയ്ത് തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ബോർഡ് എക്സാം ആകുമ്പോഴേക്കും വളരെ സുഖമായിട്ട് ഏതൊരു MCQ എന്നാൽ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. പൊതുവെ കുട്ടികൾ തെറ്റുണ്ട്, MCQ അല്ലേ, നമുക്ക് അവസാനം നോക്കാം. ആദ്യം തിയറി എല്ലാം പഠിക്കാം, ആദ്യം മറ്റ് എക്സാമ്പിൾസും മറ്റ് എക്സസൈസ് പ്രോബ്ലംസും എല്ലാം ചെയ്യാം. MCQ നമുക്ക് എന്താണ് ബോർഡ് എക്സാമിനോട് അടുപ്പിച്ച് ചെയ്യാം. ഇങ്ങനെയാണ് പലരും വിചാരിക്കുക. അങ്ങനെ ചെയ്യാനേ പാടില്ല, അത് തെറ്റുകാരനാണ്. അങ്ങനെ ചെയ്യാനേ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ കാണുന്ന ചാപ്റ്ററിനകത്ത് വരാൻ സാധ്യതയുള്ള എല്ലാ MCQസും കൃത്യമായിട്ട് ചെയ്യണം. കൃത്യമായിട്ടൊരു ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെ MCQ ആണ് വരാൻ ചാൻസ്, ആ കാണുന്ന MCQs എല്ലാവരും കൃത്യമായിട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. MCQ മാത്രമല്ല കേട്ടോ, അതിൻ്റെ എക്സാമ്പിൾസ് ചെയ്യണം, അതിൻ്റെ എക്സസൈസ് ചെയ്യണം, എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം. ഇതാണ് സെക്ഷൻ A എന്ന് പറയുന്നത്. ഏറ്റവും അധികം കുട്ടികളുടെ ഫുൾ മാർക്ക് പോകാൻ ചാൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ A തന്നെയാണ്. കാരണം ഓപ്ഷൻസ് ആണ്, ABCD എന്ന് പറഞ്ഞ 4 ഓപ്ഷൻ ഉണ്ടാവുക. സോ 4 ഓപ്ഷനിൽ ഏതെങ്കിലും
ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു ഓപ്ഷൻ തെറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ 1 മാർക്ക് നഷ്ടപ്പെട്ടു. സോ ഏറ്റവും അധികം കുട്ടികളുടെ മാത്സിലെ ഫുള്ള് നഷ്ടപ്പെടുന്ന ഒരു ഭാഗമെന്ന് പറയുന്നത് സെക്ഷൻ എ ആണ്. മാത്സിൻ്റെ വില്ലൻ, നിലവിലെ ഫുൾ മാർക്കിൻ്റെ വില്ലൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഇറ്റ് ഈസ് സെക്ഷൻ എ. ഐദർ 1 or 0, അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശരി ഉത്തരം ടിക്ക് ചെയ്യുകയാണെങ്കിൽ 1 മാർക്ക്, നിങ്ങൾ ശരി ഉത്തരം അല്ല ടിക്ക് ചെയ്തെങ്കിൽ ഇറ്റ്സ് 0. അതിൻ്റെ ഇടയ്ക്ക് ഹാഫ് മാർക്ക്, 3/4 അങ്ങനത്തെ ഒരു സംഭവമേ ഈ പറയുന്ന സെക്ഷൻ എക്കകത്ത് ഉണ്ടാവുകയില്ല. നമ്മൾ സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ മക്കളെ, സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നിനും 2 മാർക്ക് വെച്ചാണ് ഉണ്ടാവുക. ഓക്കെ, ഓരോന്നിനും 2 മാർക്ക് വെച്ച് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. വെരി ഷോർട്ട് ആൻസർ എന്ന് പറയുന്ന ഒരു ടൈപ്പാണ് നമുക്ക് എന്ത് സെക്ഷൻ ബി എന്ന് പറയുന്നത്. സെക്ഷൻ സിയിൽ നമുക്ക് എന്താണ് 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഈച്ച് ക്യാരിങ് 3 മാർക്സ്. ഓക്കെ, ആൻഡ് സെക്ഷൻ ഡി ഇറ്റ് ഹാസ് 4 ക്വസ്റ്റ്യൻസ് ഈച്ച് ക്യാരിങ് 5 മാർക്സ്. അവസാനമായിട്ട് വരുന്ന സെക്ഷൻ 6 എന്ന് പറയുന്നത്, ഓക്കെ സോറി സെക്ഷൻ ഇ എന്ന് പറയുന്നത്. സെക്ഷൻ ഇ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഇക്കകത്ത് നമുക്ക് ഉണ്ടാവുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക, 3 കേസ് സ്റ്റഡി, അടുത്ത ഒരു വില്ലൻ. ഓക്കെ, നമ്മുടെ CBSE അടുത്ത കാലത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 വില്ലന്മാർ. അതിലത്തെ ഒരു വില്ലനാണെന്ത്, ഈ പറയുന്ന കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഒരുപാട് കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ഭാഗമാണെന്ത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴേ പറയുന്നു, എൻ്റെ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു മക്കളെ, കേസ് സ്റ്റഡിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ AP നിന്ന് ഉണ്ടാവാനാണ് ഏറ്റവും അധികം സാധ്യത. ഞാൻ ഇപ്പോഴും പറഞ്ഞു വെക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം 2024 ബോർഡ് എക്സാമിന് ഏത് ചാപ്റ്ററിൽ നിന്നാണ് കേസ് സ്റ്റഡി ഉണ്ടാവാൻ ചാൻസ്, നമുക്ക് നോക്കാം. പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ AP തന്നെയാണ് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പാഠം നമ്മൾക്ക് കേസ് സ്റ്റഡി വരാനായിട്ട്. സോ കേസ് സ്റ്റഡിയിൽ 4 മാർക്കിൻ്റെ കേസ് സ്റ്റഡിയാണ് നമുക്ക് എന്ത് വരുന്നത്. ഓരോ കേസ് സ്റ്റഡിക്കും നമുക്ക് 4 മാർക്കാണ് ഉണ്ടാവുക. കേസ് സ്റ്റഡിക്കകത്ത് നമുക്ക് എന്താ സബ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒരു കേസ് സ്റ്റഡി, ഓക്കെ ഇങ്ങനെയായിരിക്കും, എല്ലാവരും നോക്കട്ടോ. ഒരു കേസ് സ്റ്റഡി ഉണ്ടാവും. ആ കേസ് സ്റ്റഡിക്കകത്ത് നമുക്ക് A, B, C ഇങ്ങനെ 3 പാർട്സ് ഉണ്ടാവും. A പാർട്ട് നമുക്ക് 1 മാർക്കിൻ്റെ, B പാർട്ട് 2 മാർക്ക്, C പാർട്ട് 1 മാർക്ക്. സോ ഇങ്ങനെ മൊത്തം 4 മാർക്കിൻ്റെ 3 കേസ് സ്റ്റഡിയാണ് നമുക്ക് നമ്മുടെ എക്സാമിന് ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. സോ എല്ലാവർക്കും എക്സാം പാറ്റേൺ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഏതൊരു കുട്ടിയും പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം എക്സാമിനേഷൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനിരിക്കാനായിട്ട്. സോ ഇതാണ് പാറ്റേൺ. ആസ് വി ആർ മൂവിങ് ഓൺ, നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന്. മൊത്തം നമുക്ക് 14 പാഠം, 14 ചാപ്റ്റേഴ്സ് ആണ് 10th CBSE മാത്തമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. 14 ചാപ്റ്റേഴ്സ്. സോ ഒരുപാട് ഈസി, ഒരുപാട് ഹാർഡ് ഉണ്ട്. ഏതൊരു കുട്ടിയും ഇനീഷ്യൽ ടൈമിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത് മാത്സിൽ തന്നെയാണ്, നോ ഡൗട്ട്. നിങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ ഇനീഷ്യൽ പീരീഡ്, വിച്ച് മീൻസ് ഇൻ ദി മന്ത് ഓഫ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, ഈ കാണുന്ന മാസങ്ങളിൽ എല്ലാം തന്നെ നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മാത്സിലാണ്. നമ്മൾ ഏതൊരു കുട്ടിയും ആദ്യം ചിന്തിക്കേണ്ടത് നവംബർ മാസം, ദി ബിഗ് ഗെയിം. നവംബർ മാസത്തിൽ മാത്സിൻ്റെ ഫുൾ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനാണ് ഏതൊരു കുട്ടിയും ശ്രമിക്കേണ്ടത്. ഓക്കെ, ശ്രദ്ധിക്കുക, നവംബർ മാസം. എന്തുകൊണ്ടാണ്? നവംബറിലാണ് നമുക്ക് മോഡൽ എക്സാം വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, CBSE ബോർഡ് എക്സാം ഫെബ്രുവരി ആണ്. കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി 15 ആയിരുന്നു ഇക്കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം ജനുവരി അവസാന വാരത്തേക്ക് തന്നെ വരാൻ വേണ്ടി സാധ്യതയുണ്ട് നമ്മുടെ 10th ബോർഡ് എക്സാം എന്ന് പറയുന്നത്. സോ സ്കൂളിൽ മോഡൽ എക്സാം നവംബർ മാസം ഉണ്ടാവും, ഡിസംബർ മാസം മോഡൽ എക്സാം ഉണ്ടാവും, ജനുവരി മാസം അവസാനം നമ്മുടെ മെയിൻ എക്സാം. സോ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് നമ്മുടെ CBSE ബോർഡ് എക്സാമിനേഷൻസ് എല്ലാം തന്നെ ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് സ്കൂൾ മോഡൽ എക്സാമിന് മുമ്പ് തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ പഠനം കംപ്ലീറ്റ് ആക്കണം. മാത്സിൻ്റെ സിലബസ് നമ്മൾ ഒരു തവണ കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞ് വേണം സ്കൂൾ മോഡൽ എക്സാം നമ്മൾ എഴുതാൻ വേണ്ടി പോകാനായി. അതുകൊണ്ട് നവംബർ മാസത്തിനുള്ളിൽ നമ്മൾ എന്താണ് കംപ്ലീറ്റ് സിലബസ് പഠിച്ചു തീർക്കണം. എല്ലാവരും നോക്കൂ, ജൂൺ മാസം 3 പാഠം പഠിക്കണം നിർബന്ധമായിട്ടും. ജൂൺ മാസം 3 പാഠം, ജൂലൈ മാസവും 3 പാഠം. അപ്പോൾ എന്തുകൊണ്ട് ചോദിക്കും, ആദ്യ 2 മാസങ്ങളിൽ 3 പാഠം വെച്ച്, ബാക്കി എല്ലാ മാസം നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നു 2 പാഠം മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, ഇനീഷ്യൽ ടൈം നമ്മൾ കൂടുതൽ മാത്സിനും സയൻസിനുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മാത്സ് നമ്മൾ എന്താണ് ആദ്യ 2 മാസത്തിൽ 3 പാഠം വെച്ച് പഠിച്ചു തീർക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 6 പാഠം പഠിച്ചു കഴിഞ്ഞു. ഇതിലുപരി ഇനീഷ്യൽ നമുക്ക് എന്താണ് ഒരുപാട് സമയം നമ്മുടെ കയ്യിലുണ്ടാവും നമുക്ക് പഠിക്കാനായിട്ട്. മറ്റ് വർക്ക്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല, പ്രൊജക്റ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മുടെ ലാബ് ഉണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും തന്നെ എന്താണ് ഇനീഷ്യൽ ഡേയ്സിൽ ഉണ്ടാവുകയില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്താണ് ഇനീഷ്യൽ ഡേയ്സിൽ കുറച്ചും കൂടിയും നല്ല സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ലഭിക്കുന്ന എല്ലാ സമയവും നമ്മൾ എന്താണ് കൃത്യമായിട്ട് മാത്സിന് വേണ്ടി ഉപയോഗിക്കണം. മാത്സിന് വേണ്ടി ലഭിക്കുന്ന സമയം എല്ലാം ഉപയോഗിക്കണം. പിന്നീട് ഓണപരീക്ഷ വരുന്നത് ഏകദേശം ഓഗസ്റ്റ്
അവസാനമാകുമ്പോൾ നമുക്ക് എന്താണ് ഓണപരീക്ഷ വരും. അപ്പോൾ നമുക്ക് എന്താണ് മാത്സിലെ മറ്റ് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ഉണ്ടാവില്ല, റിവൈസ് ചെയ്യാൻ വേണ്ടി സമയമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓഗസ്റ്റ് മാസത്തിൽ 2 പാഠം പറയുന്നത്. അതാണ് കാരണം. പിന്നെന്താണ് നമ്മൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബറിൽ വരുന്നു. സെപ്റ്റംബറിൽ എന്താണ് നമ്മൾ 2 ചാപ്റ്റേഴ്സിനെ പറയുന്നുള്ളൂ. കാരണം എന്താണ് നമ്മൾ ലാബിൻ്റെയൊക്കെ തിരക്കിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അത്തരത്തിലുള്ള തിരക്കിലേക്ക് നീങ്ങുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാക്കിയുള്ള മാസങ്ങളിൽ ഈ 2 പാഠം വെച്ചാണ് പഠിക്കേണ്ടത്. സോ ടോട്ടലി 14 ചാപ്റ്റേഴ്സ് ഇൻ 1 2 3 4 5 6 months. മൊത്തം 6 മാസത്തിൽ 14 പാഠം പഠിച്ചു തീർക്കുക. ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ പഠിക്കണം. ഇങ്ങനെ പഠിക്കുമ്പോൾ നവംബർ മാസം നമുക്ക് എന്താണ് ഫുൾ സിലബസ് പഠിച്ചു തീർത്തു. ഫുൾ സിലബസ് പഠിച്ചു കഴിഞ്ഞു. സ്കൂളിൽ മോഡൽ എക്സാം എഴുതാൻ പോയി. മോഡൽ എക്സാം കൃത്യമായിട്ട് എഴുതുന്നു. നമ്മുടെ മാർക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്നു. എല്ലാ പോരായ്മകളും തീർത്ത് സെക്കൻഡ് മോഡൽ എക്സാം നമ്മൾ അതിഗംഭീരമായിട്ട് എഴുതുന്നു. ബാക്കിയുള്ള എല്ലാ സമയവും കൃത്യമായിട്ട് ഉപയോഗിച്ച് നമുക്ക് എന്താണ് മാത്സിൽ ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ വേണ്ടി സാധിക്കും. ഇനി ഒരു ചോദ്യം ഉണ്ടാവും, ഓക്കെ ഇങ്ങനെ പഠിക്കണം, അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? എല്ലാ കുട്ടികളും ഏറ്റവും അധികം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ഒന്നാണെന്ത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലാക്കാം. എല്ലാവരും പറയുന്നത് ഇങ്ങനെ പഠിക്കും. പക്ഷേ ഒരു സ്ട്രാറ്റജി വേണ്ടേ? എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈ പറയുന്ന മാർക്കിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും? നിങ്ങളെപ്പോലെ തന്നെ കുട്ടിയായിരുന്നു ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്താ നിങ്ങളുടെ അടുത്ത് പറയുന്നു. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. കൃത്യമായിട്ട് ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്സിൽ അതിഗംഭീരമായിട്ടുള്ള മാർക്ക് തന്നെ ലഭിക്കും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കൃത്യമായിട്ട് ഇതേപോലെ തന്നെ പഠിക്കാം. നോക്കാം എന്താ ചെയ്യേണ്ടത്. എല്ലാവരും നോക്കാം. അതായത് സ്പ്ലിറ്റ് ദി ചാപ്റ്റേഴ്സ് ഇൻ ടു സ്മോൾ പീസസ്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യ കാര്യം. അതായത് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ കാണുന്ന ചാപ്റ്റർ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു 10th മാത്സിലെ പോളിനോമിയൽസ്. ഒരു ചാപ്റ്ററാണ് പോളിനോമിയൽസ്. എല്ലാവർക്കും അറിയാമായിരിക്കും. 9th വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ചാപ്റ്റർ പോളിനോമിയൽസ് ആയിരുന്നു. പക്ഷേ 10th അങ്ങനെയല്ല. 10th നമുക്ക് അത്യാവശ്യം വളരെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണിത് പോളിനോമിയൽസ് പറയുന്നത്. സോ പോളിനോമിയൽസ് എന്താണ്, ഞാൻ ബേസിക്കലി ഇതിനെ വേണമെങ്കിൽ പറയാം 3 പാർട്ടാക്കി തിരിച്ചു. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ബേസിക്സ്. ചുമ്മാ ബേസിക്സ് പഠിക്കുന്നു. ഏതൊക്കെ? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച പോളിനോമിയൽസിന്റെ ബേസിക്സ്. അതായത് സീറോസ് ഓഫ് ദി പോളിനോമിയൽ, എന്താണ് ലീനിയർ പോളിനോമിയൽ, എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, എന്താണ് ക്യൂബിക്കൽ പോളിനോമിയൽ, എന്താണ് മോണോമിയൽ, എന്താണ് ബൈനോമിയൽ. ഇങ്ങനെ പോളിനോമിയൽസിന്റെ ബേസിക്സിന് വേണ്ടി നമ്മൾ എന്താണ് ഒരു ഭാഗം മാറ്റിവെക്കുന്നു. ഈ കാണുന്ന ബേസിക്സിൽ നിന്ന് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കാറുണ്ട്. അതാണ് പോയിന്റ്. അതാണ് ഞാൻ ബേസിക്സിന് വേണ്ടി ഒരു ഭാഗം മാറ്റി വെച്ചിരിക്കുന്നത്. ബേസിക്സ് പഠിക്കുമ്പോൾ ബേസിക്സിന്റെ ക്ലാസ് കാണുന്നു, ബേസിക്സിന്റെ നോട്ട്സ് എഴുതുന്നു, ബേസിക്സിന്റെ പ്രോബ്ലം ചെയ്യുന്നു, ബേസിക്സിന്റെ PYQ ചെയ്യുന്നു, അവസാനിച്ചു. അല്ലെങ്കിൽ PYQ നമുക്ക് എന്താണ് അവസാനത്തേക്ക് മാറ്റിയാലും വിഷയമല്ല. ബേസിക്സിന്റെ നമുക്ക് എന്താണ് ഒരു ടോപ്പിക് കവർ ചെയ്യുമ്പോൾ ആ കാണുന്ന ബേസിക്സിന്റെ കൺസെപ്റ്റ് എല്ലാം പഠിക്കുന്നു, ആ കാണുന്ന ബേസിക്സ് വരുന്ന എല്ലാ പ്രോബ്ലം ചെയ്യുന്നു, ബേസിക്സിൽ വരുന്ന MCQ ചെയ്യുന്നു, നമ്മൾ ബേസിക്സ് ക്ലോസ് ചെയ്തു. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ഈ കാണുന്ന ജോമെട്രിയാണ്. ബേസിക്കലി പോളിനോമിയൽസിന്റെ ജോമെട്രി എന്ന് പറയുന്നത് നല്ല രീതിക്ക് ഗ്രാഫാണ് പഠിക്കാനുള്ളത്. ഗ്രാഫ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ലീനിയറും ക്യൂബിക്കലുപരി ക്വാഡ്രാറ്റിക്കും എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. MCQയിൽ ഒരുപാട് ചോദിക്കാൻ ചാൻസ് എന്ന് പറയുന്നത് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ഗ്രാഫാണ്. ഗ്രാഫ്. സോ അതിന് വേണ്ടി തന്നെ നമുക്ക് എന്താണ് ഒരു സെക്ഷൻ സ്പെൻഡ് ചെയ്യണം. ഗ്രാഫ് എല്ലാം വരച്ച് കൃത്യമായിട്ട് ഈ കാണുന്ന ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെ വരും, ഈ കാണുന്ന പോളിനോമിയൽ ഗ്രാഫ് ഇങ്ങനെ വരും എന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാരബോളയാണ്. പാരബോളിക് ഷേപ്പ് എന്ന് പറഞ്ഞ് പഠിക്കും നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത്, പോളിനോമിയൽസിനകത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വെച്ചുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് സ്പ്ലിറ്റ് ചെയ്തു. തേർഡ് ടോപ്പിക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഎഫിഷ്യന്റ് ഓഫ് പോളിനോമിയൽ ആൻഡ് സീറോസ്. ഓക്കെ, നമ്മുടെ പോളിനോമിയലിന്റെ കോഎഫിഷ്യൻസും അതുപോലെ തന്നെ സീറോസും വെച്ചൊരു റിലേഷൻ ഉണ്ട്. ആ കാണുന്ന റിലേഷനാണ് നമുക്ക് ഈ കാണുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഞാൻ റിലേഷൻ മാത്രമേ എഴുതുള്ളൂ. സോ എന്താണ് ഇത് മൂന്നാമത്തെ ടോപ്പിക്. ഈ കാണുന്ന ടോപ്പിക്കിൽ വരുന്ന എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ആദ്യം കൺസെപ്റ്റ് പഠിക്കുന്നു, ചോദ്യം ചെയ്യുന്നു, നമുക്ക് എന്താണ് വൈൻഡപ്പ് ചെയ്യുന്നു ഈ കാണുന്ന ചാപ്റ്റർ. ഇങ്ങനെ 3 ഭാഗമാക്കി ഞാൻ എന്താണ് പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനെ വേർതിരിച്ചു. ഞാൻ തിരിച്ചു കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യേണ്ടത്? ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞു, പ്രോബ്ലംസ് എല്ലാം ചെയ്തു ടോപ്പിക്കിൻ്റെ. ഇനി നമ്മൾ PYQ എടുക്കുക. ഇനിയാണ് ആവശ്യം നമ്മൾ PYQ എടുക്കണം. കൃത്യമായിട്ട് PYQ എടുക്കണം. PYQ എടുത്ത് സോൾവ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു ടോപ്പിക് എടുക്കുന്നത്. സോ ടോപ്പിക് വൈസ് സ്പ്ലിറ്റ് ചെയ്തു. എന്താ ചെയ്യേണ്ടത്? ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഓക്കെ, നിങ്ങൾ എഴുതിയെടുക്കണം ഓരോ ടോപ്പിക്സിൻ്റെയും നോട്ട്സ് വിത്ത് യുവർ ഹാൻഡ്. നിങ്ങൾ തന്നെ എഴുതുന്നു. ഓക്കെ, ടോപ്പിക്കിൻ്റെ പേര് എഴുതി ബേസിക്സ്.
ബേസിക്സിൻ്റെ നോട്ട്സ് എഴുതും. അതാണ് ഞാൻ പറയുന്നത്. നോക്കിയേ, മേക്ക് യുവർ ഓൺ നോട്ട്സ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ നോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ കൃത്യമായിട്ട് വളരെ വൃത്തിയിൽ ഒരു നോട്ട് ബേസിക്സിൻ്റെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നോക്കൂ, ബേസിക്സിൻ്റെ പ്രോബ്ലം ചെയ്യുന്നു. ആഫ്റ്റർ ഈച്ച് ടോപ്പിക് നമ്മൾ എന്താണ് NCERT എക്സാമ്പിൾസും NCERT എക്സസൈസും ആ കാണുന്ന ടോപ്പിക്കിന് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കേണ്ടത് NCERT എക്സസൈസും NCERT എക്സാമ്പിൾസും തന്നെയാണ്. അതിനുശേഷം മാത്രമേ വേറെ എക്സ്ട്രാ കണ്ടൻസ് പഠിക്കേണ്ടത് ആവശ്യമുള്ളൂ. സോ ഇനീഷ്യലി നമ്മൾ എന്താണ് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ കാണുന്ന ടോപ്പിക്ക്, അതിൻ്റെ നോട്ട്സ്, അതിൻ്റെ NCERT എക്സസൈസ്, NCERT എക്സാമ്പിൾസ് അത് ചെയ്യുന്നു. ആ കാണുന്ന ഭാഗത്തെ MCQ ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 5 MCQ, ഒരു 5 MCQ എങ്കിലും നമ്മൾ എന്താണ് ഓരോ ടോപ്പിക്കിലും ചെയ്യണം. അതായത് ബേസിക്സ്, അവിടെ നിന്ന് ഒരു 5 MCQ, അടുത്ത് ഗ്രാഫ്, അവിടെ നിന്ന് ഒരു 5 MCQ, അടുത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഎഫിഷ്യൻസ് ഓഫ് പോളിനോമിയൽ ആൻഡ് സീറോസ്, അവിടെ നിന്ന് ഒരു 5 MCQ. സോ ടോട്ടലി ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് 15 MCQ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ആ ബ്യൂട്ടി ഉണ്ട്. നിങ്ങൾ 15 MCQ ചെയ്തു, NCERT എക്സസൈസ് ഫുൾ ചെയ്തു. നമുക്ക് എന്താ ഒരു ബേർഡനും ഫീൽ ചെയ്യില്ല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബേർഡനും ഒരിക്കലും ഫീൽ ചെയ്യില്ല. പക്ഷേ ഒന്ന് ചാപ്റ്ററിന് ശേഷം MCQ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ബേർഡൻ ഫീൽ ചെയ്യും. സോ എല്ലാവരും ഈ രീതിക്ക് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിർബന്ധമായിട്ടും ഇത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് എന്താണ് 10th ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവസാനമായിട്ട് നമുക്കളെ PYQ ചെയ്യാം. PYQ ഓഫ് 2021 ആൻഡ് 2022. അപ്പോൾ ചോദിക്കും എൻ്റെ അടുത്ത് എന്തേ 2023 ചെയ്യണ്ടേന്ന് ചോദിക്കും. പക്ഷേ 2023 തൽക്കാലം ഹോൾഡ് ഓൺ ചെയ്യാം. നമ്മളെന്താണ് 2021ഉം 2022ഉം PYQ ചെയ്യാം. നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഏതൊരു കുട്ടിയും ഈ പറയുന്ന 2 ഇയേഴ്സിൻ്റെ PYQ നമ്മുടെ ചാപ്റ്റർ പഠിച്ച ഉടനെ തന്നെ ചെയ്യണം. അപ്പോൾ ചോദിക്കും, അപ്പോൾ 2023 PYQ ഒന്ന് ചെയ്യും. അത് നമ്മൾ എക്സാമിനോട് അടുപ്പിച്ച് നമുക്കൊരു മോക്ക് എക്സാം, നമുക്ക് സ്വയമായിട്ടൊരു എക്സാം എഴുതാൻ തോന്നുമ്പോൾ നമ്മൾ എന്താണ് ആ കാണുന്ന പേപ്പറിൻ്റെ പ്രിൻറ്റഡ് കോപ്പി എടുക്കുന്നു. ആ കാണുന്ന കംപ്ലീറ്റ് എക്സാമിനേഷൻ ഫുൾ സിലബസ് പഠിച്ചതിന് ശേഷം, ഫുൾ സിലബസ് നമ്മുടെ 14 പാഠം പഠിച്ചതിന് ശേഷം 2023 പേപ്പർ എടുക്കുന്നു. നമ്മളെന്താ പേപ്പർ കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നു. സോ ഫുൾ കോൺഫിഡൻസിലേക്ക് വരും. നമ്മളെന്താ ആ കാണുന്ന പേപ്പർ സോൾവ് ചെയ്ത് വരുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം 23 ചോദ്യം നമ്മൾ ഒന്നും കാണാൻ പാടില്ല. അത് എക്സാം എഴുതുന്ന പോലെ തന്നെ ആ ഒരു സീരിയസ്നെസ്സിൽ തന്നെ നമുക്ക് വേണ്ടി നടത്തുന്ന ഒരു മോഡൽ എക്സാം പോലെ തന്നെ കാണണം 2023 CBSE ബോർഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം അതാണ് നിലവിലെ പാറ്റേൺ, അതാണ് കറണ്ട് ഒരു പ്ലാൻ എന്ന് പറയുന്നത് CBSEയുടെ. അവസാനമായിട്ട് ഇതിന് ശേഷം ഈ കാണുന്ന ഇത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് കൃത്യമായിട്ട് എക്സാം എഴുതണം. ഓക്കെ, നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് എക്സാം എഴുതിയിരിക്കണം. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ കാണുന്ന ചാപ്റ്ററിൻ്റെ എക്സാം നിങ്ങൾ എഴുതണം. അത് വേറൊന്നിനും വേണ്ടിയല്ല, സെൽഫ് ഇവാലുവേഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ സൈലത്തിൽ പറയുകയാണെങ്കിൽ സൈലത്തിൽ നമുക്ക് ചാപ്റ്റർ കഴിയുമ്പോൾ സൈലത്തിൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ സ്കൂളായിരിക്കാം, അപ്പോൾ എന്താ സ്കൂളിൽ എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ കാണുന്ന എക്സാമിനേഷൻ വളരെ ലാഘവത്തോടു കൂടി കാണാതെ നല്ല രീതിക്ക് നല്ല സീരിയസ് ആയിട്ട് തന്നെ കാണണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ ഇത്ര നാൾ പഠിച്ചതെല്ലാം റൈറ്റ് വേലാണോ എന്ന് നമ്മളെ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ എല്ലാവരും കൃത്യമായിട്ട് ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതിയിരിക്കണം. നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എക്സാമിനേഷൻ എഴുതണം. അവസാനമായിട്ട് എന്താണ് മന്ത്ലി റിവിഷൻ. അതായത് ഒരു ചാപ്റ്ററിൽ 3 പാഠം പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ നെക്സ്റ്റ് മന്ത് ആരംഭിക്കുമ്പോൾ 3 പാഠവും ഒരു 2 ഡേയ്സിൽ റിവൈസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യണം. 2 ഡേയ്സ് മാക്സിമം 2 ഡേയ്സ് നമുക്ക് എന്താണ് ഈ പറയുന്ന 3 പാഠവും ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യണം. വളരെ എളുപ്പമായിരിക്കും. കാരണം എന്താ ടോപ്പിക് വൈസ് നോട്ട്സ് ഉണ്ട്, ടോപ്പിക് വൈസ് ഓടിച്ച് വായിക്കാം. അതിൻ്റെ പ്രോബ്ലം എന്താണ് ഒന്ന് ഓടി ചെയ്തു നോക്കാം. ഇത്ര മാത്രം മതി. സോ അതുകൊണ്ട് ടോപ്പിക് വൈസ് നോട്ട്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് റിവിഷനൊക്കെ തന്നെ വളരെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ എന്താ റിവിഷൻ ഒരിക്കലും ഈസി ആയിരിക്കില്ല. റിവൈസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത്, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ടോപ്പിക് വൈസ് നോട്ട്സ് തന്നെയാണ്. സോ അതാണെന്ത് ടോപ്പിക് വൈസ് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ടോപ്പിക് വൈസ് നോട്ട്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് റിവിഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും, റിവിഷൻ വളരെ ഈസി ആയിരിക്കും, വളരെ സുഖമായിട്ട് നമുക്ക് വിത്തിൻ ലിറ്റിൽ ടൈം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്താണ് കംപ്ലീറ്റ് ടോപ്പിക്ക് റിവൈസ് ചെയ്ത് തീർക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ടോപ്പിക് വൈസ് നോട്ട്സിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ മക്കളെ ഇത്തരത്തിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് 10th മാത്സിൽ ഫുൾ മാർക്ക് തന്നെ കിട്ടും. നോ ഡൗട്ട് എന്ന് പറയുന്നത്, നോ ഡൗട്ട്. ഓക്കെ, നോ ഡൗട്ട്. ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറയപ്പെടുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ട്രിഗണോമെട്രി ഒരുപാട് ടഫാണെന്ന് പറയും ഇൻ ഫ്യൂച്ചർ. ബട്ട് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ട്രിഗണോമെട്രിയിലെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്, പഠിക്കുകയാണെങ്കിൽ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ സുഖമായിട്ട് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്താണ്
ഫുൾ മാർക്ക് തന്നെ. അവിടെ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും സുഖമായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ മക്കളെ, ഇത്തരത്തിൽ പഠിക്കുക, ഇത്തരത്തിൽ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ മാറ്റുക, മാത്സിന് വേണ്ടി കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം മാത്സിൽ നമുക്കറിയാം ഒരുപാട് പാഠങ്ങളുണ്ട്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാ ചോദ്യവും ചെയ്ത് തന്നെ മുന്നോട്ട് വേണം എല്ലാവരും പോകാനായിട്ട്. സോ മക്കളെ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കണ്ടുമുട്ടാം. എല്ലാവർക്കും മാത്സിൽ ഫുൾ മാർക്ക് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് മക്കളെ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് AK.